ഏവർക്കും INTL ന്യൂസിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ സൈനിക ക്യാമ്പുകൾക്കെതിരെ ഇറാന്റെ ശക്തമായ ആക്രമണം. ഇന്ന് 2026 മെയ് 28 വ്യാഴാഴ്ച. പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാഴ്ത്തിക്കൊണ്ട് കുവൈറ്റിന് നേരെ ഇറാന്റെ ശക്തമായ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുണ്ടായി. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പൂർണ്ണമായും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ അപ്രതീക്ഷിത സൈനിക നീക്കം. ഹോർമോസ് കടലിടുക്കിലെ പുതിയ സംഘർഷങ്ങളുടെ തുടർച്ചയായാണ് കുവൈറ്റിലെ അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ ഈ പ്രത്യാക്രമണം നടത്തിയത്. എന്താണ് ആക്രമണത്തിന്റെ പശ്ചാത്തലം എന്ന് നോക്കാം. ഹോർമോസ് കടലിടുക്ക് വഴി അനുമതിയില്ലാതെ കടന്നുപോകാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെ ഇറാൻ പുലർച്ചെ വെടിയുതിർത്തിരുന്നു. ഇതിന് മറുപടിയായി ഇറാന്റെ ദക്ഷിണ തുറമുഖ നഗരമായ ബന്ദർ അബ്ബാസിലെ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രത്തിന് നേരെ അമേരിക്കൻ വ്യോമസേന ശക്തമായ ആക്രമണം നടത്തിയിരുന്നു. തങ്ങളുടെ സൈനിക താവളം തകർത്തതിന് പ്രതികാരമായാണ് കുവൈറ്റിലെ അമേരിക്കൻ എയർബേസ് ലക്ഷ്യമിട്ട് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടതെന്ന് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റിലെ വിവിധ ഭാഗങ്ങളിൽ സൈറണുകൾ മുഴങ്ങി. രാജ്യത്താകമാനം അതീവ ജാഗ്രത പ്രഖ്യാപിക്കുകയും സൈനിക കേന്ദ്രങ്ങൾ ഉയർന്ന സുരക്ഷാ നിലയിലേക്ക് മാറ്റുകയും ചെയ്തു. ആക്രമണത്തെ തുടർന്ന് കുവൈറ്റ് രാജ്യത്തുടനീളം എയർ ഡിഫൻസ് അലർട്ട് പുറപ്പെടുവിച്ചു. വ്യോമമാർഗമെത്തിയ ഭീഷണികളെ കുവൈറ്റിന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ആകാശത്തുവെച്ചുതന്നെ വിജയകരമായി പ്രതിരോധിച്ചു തകർത്തു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ട വലിയ സ്ഫോടന ശബ്ദങ്ങൾ മിസൈലുകൾ ആകാശത്തുവെച്ച് തകർത്തതിന്റേതാണെന്ന് കുവൈറ്റ് ജനറൽ സ്റ്റാഫ് അറിയിച്ചു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാനും സൈന്യത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനും ഭരണകൂടം പൗരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കും എണ്ണ ശുദ്ധീകരണ കേന്ദ്രങ്ങൾക്കും അധിക സുരക്ഷ സജ്ജമാക്കി. ഹോർമോസ് കടലിടുക്ക് ആഗോള എണ്ണ ഗതാഗതത്തിന്റെ പ്രധാന പാതയായതിനാൽ പുതിയ സംഘർഷം എണ്ണ വിപണിയിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചു. ആക്രമണ വാർത്ത പുറത്തുവന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നു. ഇന്ധന വില വീണ്ടും കുത്തനെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെ ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ കയറ്റുമതി തടസ്സപ്പെടുമെന്ന ആശങ്ക ശക്തമായി. ആഗോള ചരക്ക് ഗതാഗത നിരക്കുകളും ഉയരാൻ തുടങ്ങി. ഇതിൽ എന്താണ് അമേരിക്കയുടെ പ്രതികരണം എന്ന് നോക്കാം. ആക്രമണത്തിന് പിന്നാലെ അമേരിക്ക അടിയന്തര സുരക്ഷാ യോഗം ചേർന്നു. അമേരിക്കൻ പ്രതിരോധ വകുപ്പ് മിഡിൽ ഈസ്റ്റിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. കുവൈറ്റിലെയും സമീപ ഗൾഫ് രാജ്യങ്ങളിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളിൽ പരമാവധി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കൻ താൽപര്യങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തിനും ശക്തമായ മറുപടി നൽകുമെന്നാണ് വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കുവൈറ്റിൽ താമസിക്കുന്ന ഇന്ത്യൻ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിലും വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത്. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും സൈനിക കേന്ദ്രങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും സമീപം പോകരുതെന്നും ഔദ്യോഗിക സുരക്ഷാ മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിക്കാനും അടിയന്തര സാഹചര്യങ്ങൾക്കായി ഭക്ഷണം, വെള്ളം, മരുന്നുകൾ എന്നിവ കരുതിവെക്കാനും നിർദ്ദേശം നൽകി. ഗൾഫ് മേഖലയിലെ സ്ഥിതി ഓരോ മണിക്കൂറും കൂടുതൽ സംഘർഷഭരിതമാകുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പുതിയ ഏറ്റുമുട്ടൽ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം മുഴുവൻ. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.